After finding the value of E of x, that is E of x equal to minus dV of x by dx, then the contact potential can be written as minus Bp naught by minus Bn naught. That is, generally we have to write the equation for contact potential is Bn naught minus Bp naught. അപ്പോൾ ഇവിടെ അതിനെ നമ്മൾ ഒരു മൈനസ് സൈൻ പുറത്തെടുത്തിട്ട് മൈനസ് വി നോട്ട് എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. That is equal to integral minus xp naught to xn naught E of x dx. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഫിഗറിൽ നമ്മൾ കണ്ടതാണ് എന്താണ് ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എൻറ്റയർ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ്. ഇപ്പൊ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ട്രയാങ്കിൾ ആണ് ഇവിടെ ഉള്ളത്. ഇതൊരു ട്രയാങ്കിളും ഇതൊരു ട്രയാങ്കിളും. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, ഹാഫ് ബി എച്ച് എന്നുള്ള ഇക്വേഷൻ. അതുപോലെ തന്നെ ഇതും ഹാഫ് ബി എച്ച് എന്നുള്ള ഇക്വേഷൻ എടുക്കുക. അപ്പൊ ഇവിടെ എന്താണ് ഹാഫ് ഇൻറ്റു എന്തൊക്കെയായിരിക്കും ഇക്വേഷൻ വരിക, ഹാഫ് ഇൻറ്റു ഇ എ നോട്ട് ഇൻറ്റു, അതായത് ഇവിടെയുള്ള ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇ നോട്ടാണ്. 0 to E നോട്ട് എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇ നോട്ടാണ്. ഇവിടെയുള്ള വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു സൈഡിന്റെ വാല്യൂ ആണ്. ഇപ്പോൾ ഞാനിവിടെ സ്കോർ ചെയ്ത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ലോപ്പിന്റെ വാല്യൂ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ബി എച്ച്. ഹാഫ് ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് 0 to E നോട്ട്, അഥവാ ഇ നോട്ട് ആണ് അവിടെയുള്ള വാല്യൂ. ഈ സൈഡിൽ എക്സ് പി നോട്ട് എന്ന് കൺസിഡർ ചെയ്യാം. അതേപോലെ ഈ സൈഡിൽ ഹാഫ് ബി എച്ച് എന്നുള്ള ഇക്വേഷനിൽ ഹാഫ് ഇൻറ്റു ഇ നോട്ട് തന്നെയാണ് ഇവിടെ രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത്. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് ഇ നോട്ട് തന്നെയാണ്. ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസിന്റെ വാല്യൂ എക്സ് എൻ നോട്ട് ആണ്. സോ ദ ഇക്വേഷൻ വിൽ ബി ഹാഫ് എക്സ് പി നോട്ട് ഇ നോട്ട് പ്ലസ് ഹാഫ് എക്സ് എൻ നോട്ട് ഇ നോട്ട്. അതിനെ രണ്ടിനെയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹാഫ് ഇ നോട്ട് രണ്ടിലും കോമൺ ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുക്കുക. എക്സ് പി നോട്ട് പ്ലസ് എക്സ് എൻ നോട്ട്. ഇപ്പൊ ഇവിടെ എക്സ് എൻ നോട്ട് പ്ലസ് എക്സ് പി നോട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു W അഥവാ പൊട്ടൻഷ്യൽ ബാരിയർ വിഡ്ത്ത് ആണ് എക്സ് പി നോട്ട് പ്ലസ് എക്സ് എൻ നോട്ട് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഹിയർ, ഹാഫ് ഇ നോട്ട് ഇൻറ്റു W. എക്സ് പി നോട്ട് പ്ലസ് എക്സ് എൻ നോട്ട് എന്ന് പറയുന്നത് W ആണ്. Therefore, contact potential relates to the width of the depletion, that is V naught equal to minus half E naught into W. ഇവിടെ മൈനസ് സൈൻ കാണിക്കാൻ കാരണം ഇവിടെ നമ്മൾ നേരത്തെ ഒരു മൈനസ് വി നോട്ട് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. മൈനസ് വി നോട്ട് ആണ്, ആ മൈനസ് സൈൻ ഇവിടെ കൺസിഡർ ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾക്ക് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് പ്രകാരം നമ്മൾ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാണ്. നമ്മൾക്ക് തൊട്ട് മുന്നത്തെ ഡെറിവേഷനിൽ നമ്മൾ എഴുതിയിരിക്കുന്ന 4 and 5 ഇക്വേഷൻ നമ്പർ 4 and 5. From that condition we have to take next equations like ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് ആണ് ബാക്കിയുള്ളത് കണ്ടീഷൻസിന് വേണ്ടി എടുക്കുന്നുള്ളത്. അതായത് ഹാഫ് വി നോട്ടിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വി നോട്ട് ഈക്വൽ ടു 1/2 Q by epsilon ND into XN naught ആണ്. അതായത് that is equal to 1/2 Q by epsilon NA into XP naught. ഈ ഒരു റിലേഷൻ, അതായത് നമ്മൾക്ക് ഇവിടെ വി നോട്ടിന്റെ ഇക്വേഷൻ നമ്മൾക്ക് ഇവിടെ എന്താണ് വി നോട്ടിന്റെ ഇക്വേഷൻ നമ്മൾക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അതിൽ നമ്മളുടെ ഡബ്ല്യൂയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. W ഈക്വൽ ടു എന്താണെന്ന് നമ്മൾക്ക് നേരത്തെ നമ്മൾ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് എന്താണ് ND ഇൻറ്റു എക്സ് എൻ നോട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. QND എക്സ് എൻ നോട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1/2, അതായത് പോയ്സൺ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പോയ്സൺ ഇക്വേഷൻ റിലേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഇവിടെ നോക്കുക, മൈനസ് Q by epsilon NA എന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. That is from equation 4 and 5 E naught equal to 1/2 Q by epsilon ND into XN naught, which is equal to 1/2 Q by epsilon NA into XP naught. അപ്പം നമ്മൾക്ക് ഇവിടെ ഒരു കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ഉള്ള വോൾട്ടേജ്, രണ്ട് സൈഡിലുള്ള വോൾട്ടേജ് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ രണ്ടിന്റെ വാല്യൂ ഏകദേശം സെയിം തന്നെയാണ്. ആക്സെപ്റ്റർ ആൻഡ് ഡോണർ ആറ്റം മാത്രമേ അവിടെ മാറുന്നുള്ളൂ. That is, positive and negative charges on both sides of the depletion region are balanced.
അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് പറയാം, ഇവിടെ നമ്മൾക്ക് 1/2 Q/ε എന്ന് പറയുന്നത് രണ്ട് സൈഡിലും V0 ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാല്യൂ, ഇവിടെ നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ ആൻഡ് ഇവിടെയുള്ള ഈ വാല്യൂ രണ്ടും സെയിം ആണ്. സോ വി ക്യാൻ ക്യാൻസൽ ദാറ്റ് ബോത്ത് ഫ്രം ദാറ്റ് ഇക്വേഷൻ. ദെൻ വി ക്യാൻ സേ ദാറ്റ് ഒരു കോണ്ടാക്ട് പൊട്ടൻഷ്യലിൽ എപ്പോഴും ഉണ്ടാകുന്ന മൈനോറിറ്റി, അതായത് മൈനോറിറ്റി അല്ല മെജോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയുള്ള ഇമ്മൊബൈൽ ആയിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിന്റെ വാല്യൂ എപ്പോഴും ഒരു സൈഡിലുള്ളതിന്റെ അതേ ഈക്വൽ വാല്യൂ ആയിരിക്കും എപ്പോൾ ഈ സൈഡിൽ ഉണ്ടാവുക. പെൻ സൈഡിൽ 10 പോസിറ്റീവ് ചാർജസ് ഉണ്ടെങ്കിൽ പി സൈഡിൽ 10 നെഗറ്റീവ് ചാർജസ് ആയിരിക്കും ഉണ്ടാവുക, എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് xn0 into nd is equal to xp0 into na. So by rearranging this above equation, ഇവിടെ ഈ ഒരു റിലേഷനിൽ നിന്ന് xn0 എന്ന ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. xn0 ഈക്വൽ ടു എന്ത് വരും, ഇവിടെയുള്ള എൻഡിയെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കുക. സോ xp0 into na/nd എന്നുള്ളൊരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. So we already know what is W. W എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ബാരിയർ വിഡ്ത്ത് എന്താണ്, xn0 പ്ലസ് xp0 ആണെന്നുള്ളത് നമ്മൾക്കറിയാം. സോ ഫ്രം ദിസ് റിലേഷൻ യു ഹാവ് ടു ഫൈൻഡ് എ വാല്യൂ ഫോർ xp0. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു റിലേഷനിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ by rearranging this equation you have to find what is xp0. xp0 equal to എന്ത് വരും, W minus xn0. xp0 equal to W minus xn0. So substitute this value in the above equation. xn0 എന്തായി മാറും, xn0 is equal to W minus xn0 into na/nd. നമ്മൾക്ക് അതിനെ റീഅറേഞ്ച് ചെയ്യുക, അതിനെ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ എന്താവും, നമ്മളുടെ ഈ ND എന്നുള്ള ടേമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. W minus xn0 into na ഈക്വൽ ടു എന്ത് വരും, xn0 into nd. അതിനുശേഷം W minus xn0 എന്നുള്ളതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. W into na minus xn0 into na. നമ്മളിവിടെ ജസ്റ്റ് റീഅറേഞ്ചിങ് മാത്രമാണ് ചെയ്യുന്നത്, എക്സ്ട്രാ ഒന്നും എടുത്തില്ല. ഇവിടെ ഡിവൈഡ് ബൈ ആയിട്ടുള്ള ND എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു, ലെഫ്റ്റ് സൈഡിൽ അത് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ റീഅറേഞ്ചിങ് ദ എബവ് ഇക്വേഷൻ. Then after just we are shifting this na into xn0 to ലെഫ്റ്റ് സൈഡിലേക്ക് xn0 into na എന്നുള്ള ഈ ഒരു ടേമിനെ മൂവ് ചെയ്യിക്കുക. ദെൻ ഇവിടെ മൈനസ് ഉണ്ടായിരുന്ന ടേം ഇവിടെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ പോസിറ്റീവായി മാറും. xn0 into nd plus xn0 into na which is equal to w into na എന്നുള്ളൊരു റിലേഷനാണ് കിട്ടുക. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ xn0 രണ്ടിലും കോമൺ ആണ്. xn0 കോമൺ ആയി പുറത്തെടുത്തു കഴിഞ്ഞാൽ xn0 into nd plus na which is equal to w into na. ദെൻ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളത് ഏതിന്റെ ഇക്വേഷൻ ആയിരുന്നു, xn0 ഇക്വേഷൻ ആയിരുന്നു. ദെൻ ഫൈൻഡ് an equation for xn0. xn0 is equal to w into na whole divide by ഈ ടേം വരും, na പ്ലസ് nd. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഇതേപോലെ നമ്മളിപ്പം xn0 ആണ് കണ്ടുപിടിച്ചിരിക്കുന്നതെങ്കിൽ അതേപോലെ xp0 കണ്ടുപിടിക്കാം. അപ്പൊ xp0 കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ടിരുന്ന റിലേഷനിൽ, ഈ ഒരു റിലേഷനിൽ xp0 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കുക. xp0 ഈക്വൽ ടു എന്ത് വരും, xn0 into nd ഡിവൈഡ് ബൈ na എന്നുള്ള രീതിയിലായിരിക്കും ഇക്വേഷൻ വരിക. ഇവിടെ നമ്മൾക്ക് കാണാം xp0 ഈക്വൽ ടു xn0 into nd by na എന്നാണ് റിലേഷൻ വരുന്നത്. ദെൻ ഇവിടെ നമ്മൾക്ക് ഡബ്ല്യൂടെ വാല്യൂ ഓൾറെഡി അറിയാം. ദെൻ യു ഹാവ് ടു ഫൈൻഡ് എ വാല്യൂ ഫോർ എന്താണ്, നമ്മൾക്ക് ഇവിടെ ഏതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡബ്ല്യൂടെ വാല്യൂ നമ്മൾക്കറിയാം xn0 പ്ലസ് xp0 ആണ്. അതിൽ നിന്ന് xn0 നമ്മൾ ഇവിടെ ഈ ഒരു xn0 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. സോ xn0 ഈക്വൽ ടു w മൈനസ് xp0 ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻസ്റ്റെഡ് ഓഫ് xn0 ഇൻ ദ ഇക്വേഷൻ ഓഫ് xp0. സോ xp0 ഈക്വൽ ടു w ഇൻറ്റു xp0 into nd divided by na. Therefore rearranging the same steps ആണ് നമ്മൾ ചെയ്യുന്നത്. xn0 കണ്ടുപിടിക്കാൻ ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പ് ആണ് ഇവിടെയും ഫോളോ ചെയ്യുന്നുള്ളത്. Then xp0 into na is equal to rearranging this equation.
ഈക്വൽ ടു W ഇൻറ്റു ND മൈനസ് XP0 ഇൻറ്റു ND. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പാണ് ഇവിടെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിലുള്ള NA എന്നുള്ളതിന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാണ്. So we'll get XP0 into NA is equal to WND minus XP0 into ND. Then XP0 into ND എന്നുള്ള ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. XP0 into NA plus XP0 into ND is equal to W into ND. Then ഇവിടെ ലെഫ്റ്റ് സൈഡിൽ XP0 രണ്ട് ടേമിൽ കോമൺ ആണ്. XP0 കോമൺ ആയി ഔട്ട് സൈഡ് എടുക്കുക. ദെൻ അവിടെ ബാക്കി എന്തുണ്ടാവുള്ളൂ? XP0 ഇൻറ്റു NA പ്ലസ് ND വിച്ച് ഇസ് ഈക്വൽ ടു W ഇൻറ്റു ND. ഇപ്പൊ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ആൻഡ് വിഡ്ത്ത് തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഫൈനൽ വാല്യൂ ഓഫ് XP0 എന്ന് പറയുന്നത് എന്താണ്? W ഇൻറ്റു ND ഡിവൈഡ് ബൈ NA പ്ലസ് ND. N0 എന്തായിരുന്നു? W ഇൻറ്റു NA ഡിവൈഡ് ബൈ NA പ്ലസ് ND. ന്യൂമറേറ്ററിൽ ആകെ NA ആൻഡ് ND എന്നുള്ള രണ്ട് ടേംസ് മാത്രമേ മാറുന്നുള്ളൂ രണ്ട് ഇക്വേഷനിലും. ദെൻ ദിസ് ഇസ് ദ ഇക്വേഷൻ നമ്പർ 8. നമ്മൾക്ക് ഓൾറെഡി V0 ഇക്വേഷൻ അറിയാം. ഹാഫ് Q by epsilon xn0 into W അല്ലെങ്കിൽ V0 equal to half Q by epsilon NA in xn0 into W. അപ്പൊ നമ്മളിവിടെ xn0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന V0 ഇക്വേഷനിലേക്ക് നമ്മൾ V0 ഇക്വേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ V0 ഇക്വേഷനിലേക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Q by epsilon എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഇക്വേഷൻ ഫൈനൽ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷനിലേക്ക് xn0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് ഹാഫ് Q by epsilon ND ഇൻറ്റു ഓൾറെഡി ഇക്വേഷൻ ND ഇൻറ്റു W ഇൻറ്റു NA ബൈ NA പ്ലസ് ND ഇൻറ്റു W. അപ്പം നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ W എന്നുള്ള ടേം 2 ടൈംസ് ഉണ്ട്. W സ്ക്വയർ വരും. ദെൻ റീഅറേഞ്ചിങ് ദ ടേം ഇവിടെ എന്ത് വരും? Q ബൈ W സ്ക്വയർ ബൈ 2 എപ്സിലോൺ NA ND ഡിവൈഡ് ബൈ NA പ്ലസ് ND. ഇതിനെ സോൾവ് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് W അതായത് നമ്മൾക്ക് കോണ്ടാക്ട് പൊട്ടൻഷ്യലിന്റെ വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇക്വേഷൻ കണ്ടുപിടിക്കാം. Then by rearranging this term we have to find the value of W here. Then W square is equal to 2V0 epsilon. അതൊന്ന് ചെയ്ത് നോക്കുക തന്നെ വേണം. 2V0 epsilon by Q NA. ഇതൊക്കെ റിവേഴ്സ് ആയിട്ട് വരും. അതായത് ഇവിടെ W സ്ക്വയർ എന്നുള്ളത് ഈ ടേം ഇവിടെ മാത്രം വെക്കാണ്. ബാക്കിയുള്ള ടേംസിനൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊക്കെ ചേഞ്ച് വരും. അതിൻ്റെയൊക്കെ ന്യൂമറേറ്റർ ഉള്ളതൊക്കെ ഡിനോമിനേറ്റർ ആയിട്ട് വരും. ആ ചേഞ്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. W സ്ക്വയർ ഇസ് ഈക്വൽ ടു 2V0 epsilon by Q NA plus ND divided by NA ND. Then we have to find the value of W instead of W square. Then you have to find the square root of the entire term. Then W എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് എൻറ്റയർ ടേം ആയിരിക്കും. അപ്പൊ സ്ക്വയർ റൂട്ടിന് പകരം ഞാനിവിടെ റേസ് ടു 1/2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു x raised to 1/2 ആണ്. അപ്പോൾ 1/2 എന്നുള്ള രീതിയിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടാണുള്ളത്. Then since the value of V0 കോണ്ടാക്ട് പൊട്ടൻഷ്യലിന്റെ വാല്യൂ നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു KT by Q into log of NA ND divided by NI square and substituting the value of V0 in this above equation. ഈ ഇക്വേഷനിലേക്ക് ഇവിടെ തൊട്ട് മുന്നേ ഉള്ള ഈ ഒരു ഇക്വേഷനിലേക്ക് V0 വാല്യൂ കോണ്ടാക്ട് പൊട്ടൻഷ്യലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 2 epsilon KT by Q ln NA ND by NI square into NA plus ND by NA into ND. ഇപ്പൊ ഇവിടെ Q സ്ക്വയർ എന്നൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം ഈ ഇക്വേഷനെ. Then we are considering ഇവിടെ നമ്മളൊരു കണ്ടീഷൻ എടുക്കുകയാണ്. Penetration of all the transition region into N and P material is given by. ഇപ്പൊ നമ്മൾക്ക് xn0 ടേം നമ്മളിപ്പം സെപ്പറേറ്റ് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ ടേംസ് ഓഫ് ദിസ് പൊട്ടൻഷ്യൽ വിഡ്ത്ത് നമ്മളിവിടെ Wയുടെ ഇക്വേഷൻ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുണ്ട്.
ബാരിയർ പൊട്ടൻഷ്യലിന്റെ വിഡ്ത്ത് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇൻ ടേംസ് ഓഫ് W XN0 ആൻഡ് XP0ന്റെ വാല്യൂ, അതായത് എത്രത്തോളം ഈ ഡെപ്ലീഷൻ റീജിയൻ P ടൈപ്പ് മെറ്റീരിയലിലേക്കും N ടൈപ്പ് മെറ്റീരിയലിലേക്കും പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് W. ഇപ്പൊ ഇവിടെ Wയുടെ ഇക്വേഷൻ നമ്മൾക്ക് കിട്ടിയത് കൊണ്ട് ഇവിടെ നമ്മൾ മേലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ XN0. നമ്മുടെ ഇക്വേഷൻ 7 and 8 അതിലേക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore Wയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 epsilon V0 by Q into NA plus ND divided by NA ND whole raised to 1/2 into NA divided by NA plus ND. ഇവിടെ സ്ക്വയർ റൂട്ടാണ് ഉള്ളത്. സ്ക്വയർ റൂട്ടിലേക്കാണ് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ഇവിടെ തൊട്ട് V0ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് W ആയിട്ട്. സോ ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ടിനെയും സിംപ്ലിഫൈ ചെയ്യണം. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ടേം ആണ്. സോ ഈ ഒരു ടേമിനെ നമ്മൾ സ്ക്വയർ റൂട്ടിനേക്ക് അകത്തായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് x ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്നുണ്ട്. അപ്പൊ നമ്മൾ ആ സ്ക്വയർ റൂട്ട് ഓഫ് 2-നകത്തേക്ക് എക്സിനെ കൊണ്ടുവരാൻ നമുക്ക് എന്ത് കൊടുക്കാം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 2 എന്ന് കൊടുക്കാം. നമ്മൾ അതുപോലെ ഇവിടെ എക്സ് സ്ക്വയർ നടക്കുന്ന പോലെ NA by NA plus ND എന്നുള്ളതിനെ സ്ക്വയർ ആയിട്ട് അതിനകത്ത് കൺസിഡർ ചെയ്യാണ്. ഇവിടെ സ്ക്വയറിന്റെ എഫക്ട് റൂട്ടിന്റെ വരുന്ന സമയത്ത് ക്യാൻസൽ ആയി പോകും. സോ ബ്രാക്കറ്റിൽ നോക്കുക, 2 epsilon V0 by Q into NA plus ND divided by NA ND into NA by NA plus ND whole square raised to 1/2. ഇവിടെ NA എന്നുള്ള ടേം ഇവിടെയുള്ള ഒരു ഡിനോമിനേറ്റർ ഈ ടേമും ഇവിടെയുള്ള ഒരു NAയും ക്യാൻസൽ ആവും. ബാക്കി ഇവിടെ NA സ്ക്വയർ ഉള്ളത് കൊണ്ട് ഒരു NA അവിടെ റിമൈൻ ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഇവിടെയുള്ള NA plus ND എന്നുള്ള എൻ്റെ ടേമും ഇവിടെയുള്ള 2 NA plus ND എന്നുള്ളതിൽ ഒരു ടേമും ക്യാൻസൽ ആയി പോകും. Then the result will be 2 epsilon V0 by QND into NA by NA plus ND. ഇവിടെ NA മാത്രമേ ക്യാൻസൽ ആയിട്ടുള്ളൂ, ND അവിടെ തന്നെ ഉണ്ട്. ഹോൾ റേസ് ടു 1/2. അപ്പൊ നമ്മൾ XN0ന്റെ വാല്യൂ കണ്ടുപിടിച്ച് അതേ മെത്തേഡിൽ നമ്മൾക്ക് ഇനി XP0 കണ്ടുപിടിച്ചു നോക്കാം. Wയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W ഇൻറ്റു ND by NA plus ND ആണ് XP0ന്റെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്തായിരിക്കും ഫൈനൽ ആയിട്ട് ഇക്വേഷൻ വരുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് NA എന്തായിരിക്കും? ഇവിടെ ND ആയിരിക്കും. ഇവിടെ താഴെ ND എന്നുള്ളതിന് പകരം ഒരു NA ആയിരിക്കും വരിക. ജസ്റ്റ് നമ്മൾക്ക് എങ്ങനെയാ വന്നെന്നുള്ളത് നോക്കാം. That is into 2 that is equal to 2 epsilon V0 by Q into NA plus ND divided by NA ND raised to 1/2 into ND by NA plus ND. ഇതിനെ സ്ക്വയർ റൂട്ട് ആയിട്ട് ബ്രാക്കറ്റിനകത്തോട്ട് കൺസിഡർ ചെയ്തു. That is 2 epsilon V0 by Q NA plus ND divided by NA ND into ND square by NA plus ND square. ഇതിലുള്ള NA plus NDയിൽ ഒരു ടേമും NA plus ND ക്യാൻസൽ ആവും. പിന്നെ ഇവിടെയുള്ള ND സ്ക്വയറിൽ നിന്ന് ഒരു ടേമും ഇവിടെയുള്ള ND ഒരു ടേമും ക്യാൻസൽ ആവും. Then the remaining terms will be 2 epsilon V0 by Q NA into ND by NA plus ND whole raised to 1/2. നമ്മളുടെ XP0ന്റെ വാല്യൂ നമ്മൾക്ക് കിട്ടി. നമ്മൾക്ക് ഇത് രണ്ടും കൺസിഡർ ചെയ്യും. നമ്മൾക്ക് ഇവിടെ XP0 എത്രത്തോളം P സൈഡിലേക്ക് ഡിപ്ലേഷൻ വിഡ്ത്ത് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് XP0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ XN0 എന്താണ്? എത്രത്തോളം ഡിപ്ലേഷൻ റീജിയൻ N സൈഡിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ വാല്യൂ ആണ് കാണിക്കുന്നുള്ളത്. സോ in this case we are considering ND is very much greater than NA. That is, we already discussed in our previous classes that if the doping concentration or if the carrier concentration in any of the side is less compared to the other one, then the depletion width will be penetrate more into the lightly doped region. ലൈറ്റ്ലി ഡോപ്ഡ് റീജിയനിലേക്കാണ് കൂടുതലായിട്ട് പെനിട്രേഷൻ ഉണ്ടാവുക.
So if ND is very much greater than NA, അതായത് പി സൈഡിലേക്കുള്ള പെനിട്രേഷൻ ആണ് കൂടുതൽ ഉണ്ടാവുക, പി സൈഡിലുള്ള കരിയർ കോൺസെൻട്രേഷൻ കുറവാണ് കമ്പയർഡ് ടു ND എന്നാണ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. സോ then the XP naught is larger than XN naught. എന്തുകൊണ്ടാണ്? പെനിട്രേഷൻ ഓഫ് ഡിപ്ലീഷൻ ലെയർ is more into the P side compared to the N side. ഇതാണ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. Therefore we have to find the value of XP naught, that is 2 epsilon V naught by Q ND by NA into NA plus ND. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഓൾറെഡി നമ്മൾക്ക് കണ്ടീഷൻ പറഞ്ഞു, സിൻസ് ND is very much greater than NA, ND plus NA എന്നുള്ളതിന് അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ സേ ഇറ്റ് ഈസ് ND. അതായത് ND plus NA എന്നുള്ളത് ഒരു ലാർജർ വാല്യൂ ആണ് കമ്പയർഡ് ടു NA. സോ ദിസ് റിലേഷൻ ഇസ് അപ്രോക്സിമേറ്റ്ലി is equal to ND എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഇൻസ്റ്റെഡ് ഓഫ് NA plus ND, നമ്മൾക്ക് ഇനി ND എന്നുള്ള വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ 2 epsilon V naught by Q into ND by NA into ND. ഇവിടെ ND ടേം ക്യാൻസൽ ആവും, ബാക്കിയുള്ള റിലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 epsilon V naught by Q 1 by NA raised to 1 by 2. അതാണ് XP നോട്ടിന്റെ കണ്ടീഷൻ വരിക. ഇനി സിമിലർലി ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് NA ആണ് ഗ്രേറ്റർ ദാൻ ND. In that case penetration is more towards P side or XN naught ആയിരിക്കും comparatively കൂടുതൽ, compared to XP naught കൂടുതൽ XN naught ആയിരിക്കും. So NA plus ND is approximately equal to NA ആണ് in that case. So you have to follow the same steps. Instead of NA plus ND you have to write NA in that equation. Then XN naught is equal to, എന്തായിരിക്കും? XN naught is equal to 2 epsilon V naught by Q NA by NA ND, and cancelling NA from denominator and numerator, then the final result will be 2 epsilon V naught by Q 1 by ND raised to 1 by 2. This is the penetration value for each P side and N side semiconductor. നമ്മൾക്കൊരു കോണ്ടാക്ട് പൊട്ടൻഷ്യൽ നമ്മൾ ടോട്ടൽ പഠിക്കുന്നുള്ളത് റിലേഷൻ ബിറ്റ്വീൻ ദ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ആൻഡ് ദ വാല്യൂ ഓഫ് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്, ആൻഡ് ഫ്രം ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത്, and these all derivation is based on that single figure which actually portrays the electric field distribution of the PN junction material.